പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ വെള്ളിയാഴ്ചയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് ശ്രീ അപ്പോസ്തലന്റെ ലേഖനത്തിലെ 1:12. അവിടെ വലിയൊരു യാഥാർത്ഥ്യമാണ്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് തന്നെയാണല്ലോ നമ്മുടെ വിഷയം. നമുക്ക് ഭാഗ്യമില്ലാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്കിത് ക്ഷമയോടെ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുന്നു, അല്ലെ? ശരിക്കും തുടർന്ന് പറയണം നോക്കി നമുക്ക്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്ത് പറയാം? എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. അതുകൊണ്ടാണ് ഒരു വിശുദ്ധന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ പാടാറില്ലേ? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി കരുതുന്നവൻ. അതായത് വിശുദ്ധ നമ്മുടെ പറയുക അബ്രാഹാം അല്ലെ, നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രാഹാം. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ തുടങ്ങി ഓരോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ, അപ്പസ്തലന്മാരുടെ കാലഘട്ടം, വിശുദ്ധരുടെ കാലഘട്ടം, ഈ കാലഘട്ടത്തിലും അല്ലെ എന്തോരം പ്രതികൂലങ്ങളിലൂടെ ശരിക്കും വിശുദ്ധാത്മാക്കളൊക്കെ കടന്നു പോയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു കൃപയാണ് വേണ്ടത്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കാനായിട്ടുള്ള ഒരു ദൈവത്തിലുള്ള ഒരു ആശ്രയബോധം നമുക്ക് ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ മുൻപിൽ ഇനി ഞങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് പരീക്ഷകളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല. നമുക്കതിൻ്റെ ക്യാപ്ഷൻ തന്നെ, ആ വചനത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ പരീക്ഷകളെ നേരിടുക എന്നാണ്. വി ഹാവ് ടു കൺഫ്രണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇത് ക്ഷമയോടെ നേരിടാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി പല വിധത്തിലുള്ള പരീക്ഷകൾ, ഒരു പുരോഹിതൻ എന്ന രീതിയിലേക്കുള്ള പരീക്ഷകളല്ല ഒരു അപ്പൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കുള്ളത്. ഒരു അമ്മയ്ക്ക് പരീക്ഷ വേറെയാണ്, ഒരു യുവാവിന് വേറെ രീതിയിലുള്ള പരീക്ഷകളാണ്, കുഞ്ഞിന് വേറെ രീതിയിലുള്ള പരീക്ഷയാണ്, ഒരു വയസ്സായ അപ്പച്ചൻ്റെ പരീക്ഷകൾ വേറെയാണ്. അപ്പം എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ രീതിയിലാണ് പരീക്ഷകൾ. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യേശു നല്ലവനായതുകൊണ്ട് ഈ യേശുവിനെ മുറുകെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഇത് ക്ഷമയോടെ സഹിക്കാൻ, ക്ഷമയോടെ അതിനെ അതിജീവിക്കാൻ വേണ്ട കൃപ സ്വർഗം നമുക്ക് തരും. ഓ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ജോർദാനിയ ധ്യാന കേന്ദ്രം MSMI സിസ്റ്റേഴ്സിന്റെ ധ്യാന കേന്ദ്രമാണ്. നമ്മുടെ ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛൻ പോകുന്ന ഒരു 1.5 മണിക്കൂർ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഒരു വചന ശുശ്രൂഷയൊക്കെ ചെയ്ത് നല്ല പ്രത്യേകമായിട്ട് നമ്മുടെ ശുശ്രൂഷകർക്ക് വിവിധങ്ങളായ ധ്യാന കേന്ദ്രങ്ങളിലെ നമ്മുടെ ഡയറക്ടർമാരെയും അല്ലെങ്കിൽ വചന പ്രഘോഷകരെയൊക്കെ അറിയും. ശരിക്കും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളിലൂടെയാണ് പ്രിയ സഹോദരങ്ങൾക്ക് ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ ജോർദാനിയ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി നിങ്ങളിന്ന് പ്രത്യേകം ബലിയർപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ബലിയർപ്പണം നാളെ നടക്കുള്ളൂ. ഇന്ന് നിങ്ങൾ ജപമാലയൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരീക്ഷകളെ ക്ഷമയോട് നേരിടാൻ വേണ്ട കൃപയുണ്ടാകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.